ഇന്നത്തെ തൃശൂർ വാർത്തകളിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്ന് 5 വർഷം കൊണ്ട് കേന്ദ്ര സർക്കാർ ടോൾ പിരിച്ചത് 1620 കോടി രൂപ. 2019-20 മുതൽ 2023-24 വരെയുള്ള കാലത്തെ കണക്കാണിത്. രാജ്യസഭയിൽ വി ശിവദാസൻ എംപിക്ക് മന്ത്രി നിതിൻ ഗഡ്കരി നൽകിയ മറുപടിയിലാണ് കണക്കുകൾ. ഡിവിഷനുകളിൽ തെരുവ് വിളക്കുകൾ കത്താത്തതും ചണ്ടിയും കുളവാഴയും നിറഞ്ഞ് ഒഴുക്കു തടസ്സപ്പെട്ട് വീടുകളിലേക്ക് വെള്ളം കയറിയതും ചൂണ്ടിക്കാട്ടി കൗൺസിലിൽ കൗൺസിലർമാരുടെ പ്രതിഷേധം. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിൽ റാന്തൽ വിളക്കുകളുമായി എത്തിയാണ് കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിഷേധിച്ചത്. യെങ്ങണ്ടിയൂരിലെ ദലിത് യുവാവ് വിനായകന്റെ മരണത്തിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ തെളിവില്ലെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വി എ ഉല്ലാസ് റിപ്പോർട്ട് കോടതിക്കു കൈമാറി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം നടത്തിയത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കാനാണ് ദലിത് സമുദായ മുന്നണിയുടെ തീരുമാനം. കൊടുങ്ങല്ലൂർ തീരദേശത്ത് അനധികൃത മണ്ണെണ്ണ വിൽപ്പന വ്യാപകം. തമിഴ്നാട്ടിൽ നിന്ന് എത്തിക്കുന്ന മണ്ണെണ്ണ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ കടകൾക്ക് മുൻപിലും വീടുകളിലും സ്റ്റോക്ക് ചെയ്താണ് മണ്ണെണ്ണ വിൽപ്പന. തീരദേശത്തെ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് ബ്ലാക്കിൽ ലഭിക്കുന്ന മണ്ണെണ്ണ വാങ്ങുന്നത്. ഇവർക്ക് ഒരു ദിവസം 40 ലിറ്റർ മണ്ണെണ്ണ വരെ വേണ്ടിവരും. മത്സ്യഫെഡ് മുഖേന ലഭിക്കുന്നത് പെർമിറ്റ് ഒന്നിന് 128 മുതൽ 190 ലിറ്റർ വരെ ആണ്. ഇതാണ് മത്സ്യത്തൊഴിലാളികൾ അനധികൃത മണ്ണെണ്ണ വിൽപ്പനയെ ആശ്രയിക്കുന്നത്. പഴയന്നൂർ വടക്കേത്തറയിൽ വിദ്യാർത്ഥിക്ക് തെരുവ് നായയുടെ കടിയേറ്റു. വ്യാഴാഴ്ച രാവിലെ 8:30യോടെയാണ് സംഭവം. വടക്കേത്തറ നെല്ലിയാനിക്കുന്നേൽ ഹൗസിൽ സുനിലിന്റെ മകൻ അർജുനാണ് പരുക്കേറ്റത്. പാട്ടുകൊട്ടുകാവ് പരിസരത്ത് വെച്ച് വീട്ടിലേക്ക് പോകുന്നതിനിടെ തെരുവുനായ പിറകിലൂടെ ഓടിവന്ന് കാലിൽ കടിക്കുകയായിരുന്നു. ഉടൻ തന്നെ വടക്കേത്തറ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി. ഇരിങ്ങാലക്കുട മലമ്പാമ്പിനെ പിടികൂടി കൊന്ന് കറി വെച്ചയാൾ അറസ്റ്റിൽ. തളിയക്കോണം എലമ്പലക്കാട്ടിൽ രാജേഷിനെയാണ് പാലപ്പിള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PD രതീഷും സംഘവും പിടികൂടിയത്. പാലപ്പിള്ളി റേഞ്ച് ഓഫീസർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജേഷിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. മലമ്പാമ്പിന്റെ ഇറച്ചി ശാസ്ത്രീയ പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി ബയോ ലാബിലേക്ക് അയച്ചു. തളിയക്കോണം പാടശേഖരത്തിൽ നിന്നാണ് ഇയാൾ പാമ്പിനെ പിടികൂടിയതെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കുന്നംകുളം തൃശൂർ റോഡിലൂടെയുള്ള യാത്ര വീണ്ടും ദുഷ്കരമാകുന്നു. കുണ്ടും കുഴിയും മൂലം പൊറുതിമുട്ടിയ യാത്രക്കാർ ഇനി പൊടിശല്യവും സഹിക്കണം. ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് സഹനം ഏറെ ആവശ്യമാണെന്നാണ് ഏവരുടെയും അഭിപ്രായം. തകർന്ന റോഡ് യാത്രക്കാരെ ഏറെ വലച്ചിരുന്നെങ്കിൽ പൊടിശല്യം യാത്രക്കാർക്ക് മാത്രമല്ല, കച്ചവടക്കാർക്കും റോഡരികിലെ താമസക്കാർക്കും ദുരിതമായിരിക്കുകയാണ്. തകർന്ന റോഡിലെ കുഴികൾ അടച്ച ക്വാറി വേസ്റ്റിൽ നിന്നുയരുന്ന പൊടിയാണ് എല്ലാവർക്കും ശല്യമായത്. വലിയ വാഹനങ്ങൾ പോകുമ്പോൾ പൊടിശല്യം അതിരൂക്ഷമാണ്. ഇതിനാൽ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതും ബുദ്ധിമുട്ടായിരിക്കുകയാണ്. കേച്ചേരി മുതൽ ചൂണ്ടൽ വരെ സഞ്ചരിക്കുന്ന റോഡാണ് ഈ അവസ്ഥയിലുള്ളത്. കുന്നംകുളത്ത് തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ലാതെ റോഡ് റോളർ തുരുമ്പെടുക്കുന്നു. കക്കാട് ഈയിടെ നിർമ്മിച്ച മരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിനു മുൻപിലാണ് റോഡ് റോളർ കാടുകയറി നശിക്കുന്നത്. ഞായറാഴ്ച ഈ ഓഫീസിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നെങ്കിലും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചു. 40 ലക്ഷം രൂപ ചെലവിട്ട് പണിത ഈ കെട്ടിടത്തിന്റെ മുൻവശത്ത് നിർത്തിയിട്ട 2 റോഡ് റോളുകൾ മാർഗതടസ്സം സൃഷ്ടിക്കുന്നു. ദീർഘകാലമായി ഇവ ഇവിടെയുണ്ടെങ്കിലും ഇതിന്റെ തകരാർ പരിഹരിക്കാൻ PWD മെക്കാനിക്കൽ വിഭാഗത്തിന്റെ വീഴ്ചയായി കരുതപ്പെടുന്നു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലെ KSTP കോൺക്രീറ്റ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ നിർമ്മാണ പ്രവർത്തികൾ വെള്ളിയാഴ്ച തുടങ്ങുമെന്ന് മന്ത്രി ഡോക്ടർ R ബിന്ദു അറിയിച്ചു. ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷൻ മുതൽ പൂതംകുളം വരെയാണ് ആദ്യഘട്ട നിർമ്മാണം. ഇതിന്റെ ഭാഗമായ ഗതാഗത നിയന്ത്രണവും വെള്ളിയാഴ്ച തുടങ്ങും.
കൊരട്ടി ഒരാഴ്ചയിലേറെയായി പെരുമ്പിയിലുള്ള പഞ്ചായത്ത് ക്രിമറ്റോറിയം അടഞ്ഞു തന്നെ. കനത്ത മഴയിൽ വെള്ളം കയറി ജനറേറ്റർ തകരാറായതിനെ തുടർന്നാണ് ഇത് അടച്ചത്. 2 ചേംബറുകൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഒന്നു മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത്. ജനറേറ്റർ തകരാറായതോടെ അതും നിലച്ചു. പുതിയ ചേംബർ 6 മാസം മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും പ്രവർത്തിപ്പിക്കാനുള്ള ജനറേറ്റർ ഇതുവരെ എത്താത്തതിനാൽ പ്രവർത്തനം ആരംഭിക്കാനായിട്ടില്ല. തൃശൂർ വടക്കാഞ്ചേരി, അകമല, പട്ടാണിക്കാട് പ്രദേശത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി. പൂങ്കുന്നത്ത് വീട്ടിൽ ബാബുവിന്റെ പുരയിടത്തിലാണ് ഒറ്റയാൻ ഇറങ്ങിയത്. ആനയും മറ്റു വന്യജീവികളും ഇറങ്ങാതിരിക്കാൻ കെട്ടിയിരുന്ന വേലി നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. അടിക്കടിയുള്ള കാട്ടാന ശല്യം അകമല സ്വദേശികളുടെ കൃഷിയെയും സ്വൈര ജീവിതത്തെയും നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ അടച്ചിട്ട വീടുകൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന പ്രതി പിടിയിൽ. പുതുക്കാട് കനയാം വീട്ടിൽ 40 വയസ്സുള്ള വിനോദിനെയാണ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ SP-യുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട DYSP ആണ് അറസ്റ്റ് ചെയ്തത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.